ഹായ്, ഞങ്ങളുടെ ഡോഗിൻ്റെ കൂട് ഡോഗ്സിൻ്റെ കൂട് വൃത്തിയാക്കാം. ഞങ്ങൾക്ക് 3 ഡോഗ്സ് ഉണ്ട്. സംഭവമാണ്. അപ്പോൾ വൈഷു വയസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപേ പറഞ്ഞതുപോലെ നമ്മുടെ ഡോഗ്സിൻ്റെ കൂട് വൃത്തിയാക്കാൻ പോവാണ്. നമുക്ക് മൊത്തം 3 ഡോഗ്സാണ് ഉള്ളത്. ഷാഡോ, ജിഞ്ചർ, ചാർലി. ഒരു മെയിലും 2 ഫീമെയിലുമായിട്ടുള്ള ഡോഗ്സാണ് നമുക്കുള്ളത്. അവരുടെ കൂടാണ് ഈ കാണുന്നത്. ഈ 3 പേരും ഞങ്ങളുടെ ലൈഫിലെ ഒരു വലിയ ഭാഗമായി മാറിയതും ഇവരെങ്ങനെ ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നു നോക്കുന്നത് ഒരു വലിയ കഥ തന്നെയുണ്ട്. ഈ 3 പേരിൽ ഏറ്റവും മൂത്ത ആൾ ജിഞ്ചറാണ്, രണ്ടാമത് ഷാഡോ, മൂന്നാമത്തെ ചാർലി. ഈ 3 പേരെയും നമ്മൾ റെസ്ക്യൂ ചെയ്തെടുത്തതാണ്. പല പല സമയങ്ങളിലായിട്ട് ഞങ്ങൾ റെസ്ക്യൂ ചെയ്തെടുത്ത 3 ഡോഗ്സാണ് ഇവർ. ജിഞ്ചറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ജിഞ്ചറിൻ്റെ മദർ ഡോഗ് ഒരു ക്രോസ് ഡോഗ് ആയിരുന്നു. അതിനാരോ റോഡിൽ ഉപേക്ഷിച്ച് അതിങ്ങനെ അലഞ്ചിരിഞ്ഞ് നടന്ന സമയത്ത് നമ്മളതിന് ഫുഡൊക്കെ കൊടുത്തു. അത് പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടപ്പോൾ നമ്മളതിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അത് നമ്മളുമായിട്ട് എന്തോ ഇണങ്ങി വന്ന ശേഷം നമ്മൾ വീണ്ടും സൈഡിലായിട്ട് അത് പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുട്ടികൾ ഒരു 3, 4, 5 പിള്ളേരുണ്ടായിരുന്നു അതിന്. പക്ഷേ ജിഞ്ചർ എങ്ങനെ ഞങ്ങൾ കണ്ണിൽ പെട്ടു എന്ന് പറഞ്ഞാൽ ജിഞ്ചറിൻ്റെ മൂക്ക് എങ്ങനെയോ കല്ലോ എന്തോ ഒഴിഞ്ഞ് പൊട്ടിയിരിക്കുമായിരുന്നു. അങ്ങനെ ജിഞ്ചറിനെ ഞങ്ങളൊരു വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളടുത്ത് മെഡിസിനൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ മുറിവ് ഉണങ്ങുന്നിടം വരെ അതിനൊന്ന് ശ്രദ്ധിക്കൂ. കാരണം അത് പിന്നെയും അതിൽ മുറിവുകൾ ഉണങ്ങാതെ വന്നു കഴിഞ്ഞാൽ അതിന് പഴുപ്പും കാര്യങ്ങളും വന്ന് ആ ഡോഗിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും കാര്യമായിട്ട് സംഭവിക്കാം. നിങ്ങൾ പറ്റുമെങ്കിൽ, കാരണം ഞങ്ങൾ പറഞ്ഞിരുന്നു സ്ട്രീറ്റിൽ നടക്കുന്ന ഒരു ഡോഗാണ്, ഞങ്ങളിതിനെ മുറിവ് കണ്ടപ്പം കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പം നിങ്ങൾ മാക്സിമം അതിനൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവനെ ശ്രദ്ധിച്ച് അവസാനം ഞങ്ങൾ അതിനെ അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ കിഡ് ഷാഡോ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊരു ബ്ലാക്ക് ഡോഗ് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. പെറ്റ്സിനെ നോക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ബ്ലാക്ക് കളർ ഒരു ഡോഗ് വേണം, അത് മെയിലായിരിക്കണം. പിന്നെ അത് റോഡ് വീലറൊക്കെ ആയിരുന്നു അന്നത്തെ സമയത്ത് മൈൻഡിലുണ്ടായിരുന്നത്. പൈസ എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടി വെച്ചിട്ട് റോഡ് വീലറിന് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ജിഞ്ചർ ലൈഫിൽ വന്നതിന് ശേഷം എനിക്കങ്ങനെ ഇനം എന്നൊന്നുമില്ല. കാരണം ഏത് ഡോഗായാലും ഏത് പെറ്റ്സായാലും ഏത് പെറ്റ്സായാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം അവർക്ക് എന്തായാലും നമുക്ക് തിരിച്ചു തരും. അതിന് ഇനം വേണമെന്നൊന്നുമില്ല. പിന്നെ മാക്സിമം ഇങ്ങനെ റെസ്ക്യൂ ചെയ്തെടുത്ത് വളർത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം അവരെ നോക്കാനും എടുക്കാനും ആരും ഇല്ല എന്ന് കാണുമ്പം അങ്ങനെയുള്ള ഡോഗ്സിനെ നമ്മൾ വളർത്തുവാണെങ്കിൽ കുറച്ചധികം നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നോക്കാൻ ആരുമില്ലാതെ കിടന്ന ഒരാളായിരുന്നു ഷാഡോ. അങ്ങനെ ഷാഡോനെ എടുക്കുന്നു. ഷാഡോയുടെ പേര് തന്നെ എൻ്റെ മനസ്സിൽ ഷാഡോ വരുന്നതിന് മുന്നേ ഞാൻ കരുതി വെച്ചൊരു പേരാണ് ഷാഡോ. എൻ്റെ നിഴൽ പോലെ എൻ്റെ കൂടെ. കാരണം ഞാൻ വീട്ടിൽ ഒരുപാട് സമയം ഒറ്റയ്ക്ക് ആവുന്ന ആളാണ്. കാരണം ഞാൻ ഹസ്ബൻഡും ജോലിയുടെ ഭാഗമായിട്ട് ഒരു വീടെടുത്ത് തനിച്ച് മാറിയിട്ടുണ്ട്, ഞാനും ഹസ്ബൻഡും കൂടെ. അപ്പം ഹസ്ബൻഡ് വർക്കിന് പോകുന്ന സമയങ്ങളിൽ കൂടുതലും ഞാൻ ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വരുമ്പം ഞാൻ എപ്പോഴും എന്താ പറയുക, എനിക്ക് ഒരു ധൈര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡോഗ്സ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം എൻ്റെ ഒരു നിഴൽ പോലെ നിൽക്കാൻ ഒരാൾ വേണം, നല്ല സ്ട്രോങ് ആയിട്ട് എന്നുള്ള മൈൻഡിൽ ഞാൻ ആ പേര് മുന്നേ കരുതി വെച്ചതാണ്. അപ്പോൾ അവനെ കിട്ടിയപ്പോൾ അവൻ ആ പേരിട്ടു. പിന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ ആൾ ചാർലി, ഫീമെയിൽ ഡോഗാണ്. ഞാൻ തമിഴ് മൂവി ചാർലി കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് തന്നെയാണ് ഈ പേര് ചാർലിക്ക് ഇട്ടത്. ആ ഒരു ടൈമിൽ തന്നെയാണ് ഞങ്ങൾക്ക് ചാർലിനെ കിട്ടുന്നത്. അവളുടെ കഥ പറയുവാണെങ്കിൽ അവളുടെ മദർ ഡോഗിനെ നോക്കിയിരുന്ന വീട്ടുകാർക്ക് ആ മദർ ഡോഗിന് എന്തോ അവരുടെ അശ്രദ്ധ മൂലം അത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി വേറെ ഏതോ ഡോഗുമായിട്ട് മേറ്റ് ചെയ്തിട്ട് ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അപ്പം അവരുടെ ഫാദർ ഡോഗ് ഏതാണെന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ പ്രായമായിട്ടുള്ള ആളുകളായതുകൊണ്ട് അതിൻ്റെ മദർ ഡോഗിനെ എന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് നോക്കുന്നത്. അത് കാരണം അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് മറ്റുള്ള ആർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് എടുത്തുകൊണ്ട് പോയി. അപ്പം ഒരെണ്ണം ബാക്കി വന്നു. അതിനെ എടുക്കാൻ ആരുമില്ല, ഇവർക്കാണെങ്കിൽ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങളൊരു ഫ്രണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്ക്, നല്ല ഡോഗാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ഒക്കെ വെച്ചു. ആദ്യം ഞങ്ങൾ വേണ്ട 2 പേര് തന്നെ മതി, കാരണം ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മളിവരെ നോക്കുന്നത്. അപ്പോൾ ഒരാളും കൂടെ വന്ന് നമുക്കതൊരു ബുദ്ധിമുട്ടാകുമോ എന്നുള്ള സംശയം കാരണം നമ്മൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സിൽ അതിനെ ഒഴിവാക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് കൊണ്ടുപോവാ, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവന്നതാണ് ചാർലി. ആൾ ഉയരം വെക്കത്തില്ല, ചെറുതാ, 4 വയസ്സൊക്കെ ആയെങ്കിലും ഉയരം വെക്കാത്ത കുഞ്ഞ് ഡോഗാണ്. ഇപ്പം മദർ ലാബാണെന്നാണ് പറയുന്നത്. ക്രോസ് ആയ ഡോഗ് ഏതാണെന്ന് അറിയില്ല. അതാണ് ഞങ്ങളുടെ ചാർലി. ജിഞ്ചറിൻ്റെ പേര് ഞാൻ വന്നപ്പം ഡോഗ്സിൻ്റെ പേരൊക്കെ ഗൂഗിൾ അടിച്ച് നോക്കിയിട്ട് അങ്ങനെ കണ്ടുപിടിച്ചൊരു പേരാണ് ജിഞ്ചർ എന്ന് പറഞ്ഞത്. അതാണ് ഞങ്ങളുടെ 3 ഡോഗ്സിൻ്റെ കഥ ഞങ്ങളുടെ ലൈഫിലോട്ട് എങ്ങനെ. വളരെ ചുരുങ്ങിയ രൂപമാണിത്. പറയുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഞങ്ങൾ അവരെ വീടിനകത്തിട്ടായിരുന്നു, കുഞ്ഞുങ്ങളായതുകൊണ്ട് അങ്ങനെയാണ് വളർത്തിയത്. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേനും നമ്മളവർക്ക് കൂട് പണിതു. അങ്ങനെ കൂട് പണിതിട്ട് അവർ 3 പേരെയും കൂട്ടിലാക്കി ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ട് പോരുന്നു. ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കൂട് വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞിപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കധികം ഈ ഡോഗ്സിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൂട് വൃത്തിയാക്കൽ പരിപാടികൾക്ക് അങ്ങനെ ഇറങ്ങാൻ സാധിക്കാറില്ല, സമയം കിട്ടാറില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അറിയാലോ ഞാൻ ഭയങ്കര അലർജിക്കാണ്. അപ്പോൾ കുറച്ച് ഓവർ കെയർ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറില്ല. ചേട്ടൻ തനിച്ചാകുമ്പോഴത്തേനും വലിയ പാടാണ്. അപ്പോൾ എന്നാലും ചേട്ടൻ കൂടെ പറ്റുന്ന രീതിയിൽ ചേട്ടൻ ചെറിയ രീതിയിലൊക്കെയാണ് ക്ലീൻ ആക്കുക. അപ്പോൾ ഇന്നൊരു നല്ലൊരു ഡീപ്പ് ക്ലീനിങ് കൊടുത്ത് റെസിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ലപോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, വൃത്തിയാക്കി. ഇനി അവരെ ഓരോരുത്തരായിട്ട് കൂട്ടി
ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ആണ് നിങ്ങളുടെ ചെറുക്കൻ ഇതാ ഇവളുടെ മൂക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ടീച്ചറിൻ്റെ മൂക്കിൻ്റെ കാര്യം. 3 പേരും നല്ല അനുസരണയുള്ള മക്കളാണ്, പറഞ്ഞാലൊക്കെ കേൾക്കും. മൂത്ത ആൾ ജിൻസറിന് മാത്രം ഒരു ചെറിയ കുറുമ്പുണ്ട്. കാരണം അവളെയാണല്ലോ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് വളർത്തി. അപ്പം കുറച്ചധികം കൊഞ്ചിച്ചിലാളിച്ചത് കൊണ്ട് കുറച്ചൊരു കുറുമ്പ് അവർക്ക് ഉണ്ട്. ബാക്കി 2 പേരും ഭയങ്കര അനുസരണയും കാര്യങ്ങളുള്ള ഡോഗ്സാണ്. തുടർന്നുള്ള എൻ്റെ വീഡിയോസിൽ ഇനി ഇവരും ഉണ്ടാകും. അപ്പം ആദ്യമേ ഒന്ന് പരിചയപ്പെടുത്തി വെക്കാമെന്ന് കരുതി. ഷാഡു ബാ. കൈ തന്നെ ഒന്നുകൂടി. ഹലോ ഹലോ ഗുഡ് ബൈ. അവിടെ ഇരുന്നോ പൊക്കോ ഇരുന്നോ. അവിടെ പോയി കിടന്നാ കേട്ടാ. ചോറൊക്കെ തരാം. ചോറ് തന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.